വല്യമ്മയെ പൊക്കി പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായ ഒരു പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ നാട്ടിലെത്തിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് കുറച്ച് ഫുഡ് സ്പോട്ട് കവർ ചെയ്യണം എന്ന് തന്നെയായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ഇന്ന്. എനിക്ക് നൈറ്റ് ഡ്രസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാലോ. ഇൻസ്റ്റാഗ്രാമിൽ ഈന ബൈ അനിന്ന എന്ന് പറയുന്ന പേജിൽ നിന്ന് എനിക്ക് കുറച്ചധികം നൈറ്റ് ഡ്രസ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ഡെലിവറി ആൻഡ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് വരുന്ന ഇവരുടെ പേജിന് അനവധി കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പും ഉണ്ട്. എത്നിക് വെയേഴ്സ് ആൻഡ് വെസ്റ്റേൺ വെയേഴ്സ് ഡെയിലി ഓരോ അപ്ഡേഷൻസ് വരുന്നുണ്ട് കേട്ടോ. അത്രയും കളക്ഷൻസ് ഉണ്ട്. എനിക്ക് കിട്ടിയ എല്ലാ ഡ്രസ്സും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഇവിടെയാണെങ്കിലും യു കെയിലാണെങ്കിലും ഇതൊക്കെ ഇട്ട് ഞാൻ എന്തായാലും പൊളിക്കും. ഇവർക്ക് 33 ഫോളോവേഴ്സ് ഉള്ള ഒരു പേജ് ഉണ്ടായിരുന്നു. ട്രേഡ് മാർക്ക് ഇഷ്യൂസ് ഒക്കെ കാരണം ആ പേജ് പോയി. അതിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലുപരി കളക്ഷൻസ് ഒക്കെ ആണ് ഇപ്പൊ നൈറ്റ് സ്യൂട്ടിലാണെങ്കിലും എത്നിക് വെയേഴ്സിലാണെങ്കിലും വെസ്റ്റേൺ വെയേഴ്സിലാണെങ്കിലും ഇപ്പൊ അവർ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 19 ഇയേഴ്സിന് മുന്നിൽ സ്റ്റാർട്ട് ചെയ്ത അവരുടെ ഈ ജേർണിയിൽ ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട്. അതിലൊന്നിപ്പോ ഞാനും കൂടിയാണ്. എനിക്ക് ഇവരുടെ ക്ലോത്ത്സ് എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇവരുടെ മോർ ഡീറ്റെയിൽസിനായി ഞാൻ താഴെ കൊടുത്ത നമ്പർ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ത്രൂ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അവിടുന്ന് ഞാനും വല്യമ്മയും കൂടെ നേരെ നെടുമങ്ങാടുള്ള ഒടങ്കല്ലി പഴങ്കഞ്ഞി കട എന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ആ ഒരു പഴങ്കഞ്ഞിയും കൂടെ കിട്ടുന്ന കറികളും എൻ്റെ അമ്മ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. പഴങ്കഞ്ഞി, പൊരിച്ച മീൻ, പിന്നെ ഇന്നലത്തെ മീൻ കറി, കരിവാട് തുടങ്ങിയ സാധനങ്ങളെല്ലാം കൂടെ പഴങ്കഞ്ഞിലിട്ട് കുഴച്ച് കഴിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, അതൊരു അടിപൊളിയാണ്. കൂടെ കപ്പയും തൈരും ഒടങ്കലി മുളകാണ് ഇവിടുത്തെ മെയിൻ സാധനം. നല്ല എരിവാണ് കേട്ടോ. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. കഴിഞ്ഞ വർഷം വന്നപ്പോഴും ഞാൻ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി എപ്പോൾ വരുമ്പോഴും ഞാൻ ഇത് എന്തായാലും ഒരു തവണ ട്രൈ ചെയ്യും. സത്യം പറഞ്ഞാൽ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ് പഴങ്കഞ്ഞി. അതിനേക്കാളും വികാരമാണ് അത് കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ ആ വെള്ളം കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സംതൃപ്തി എന്ന് പറയുന്നത്. അതിനുശേഷം ഞാനും വല്യമ്മയും കൂടെ നേരെ പോകുന്നത് നെടുമങ്ങാടുള്ള ഫെഡറൽ ബാങ്കിലാണ്. എൻ്റെ അക്കൗണ്ട് സെറ്റിംഗ്സ് ഒന്നൊന്ന് കറക്റ്റ് ആക്കാനുണ്ടായിരുന്നു. ഇന്റർനെറ്റ് ബാങ്കിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഞാനൊന്ന് മറന്നുപോയിരുന്നു. അവിടെ ചെന്ന് അതും പെട്ടെന്ന് കഴിഞ്ഞിട്ട് രാത്രി, അതായത് ഒരു വൈകിട്ട് ഞാനും എൻ്റെ ചേച്ചിയും ഫ്രണ്ട്സും കൂടെ നേരെ പോയത് നമ്മുടെ പുഞ്ചക്കിരി ഷാപ്പിലേക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിരക്കുണ്ടായിരുന്നു. സീറ്റ് കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ബക്കറ്റ് ലിസ്റ്റിലുള്ള അടുത്ത സ്പോട്ടായിരുന്നു കേട്ടോ പുഞ്ചക്കിരി ഷാപ്പ്. അവിടെ ചെന്ന് ഫിഷിന്റെ ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഫ്രഷ് ഫിഷ് പല മോഡലിൽ പല രീതിയിൽ ഫ്രൈ ചെയ്തും പൊരിച്ചും പൊള്ളിച്ചൊക്കെ തരുന്ന ഒരു സംഭവം തന്നെ. അതിന്റെ കൂടെ ഇവരുടെ ഈ നാടൻ കള്ളും കൂടെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി, അതൊരു വേറെ ലെവൽ. എത്ര യു കെ ആണെന്ന് പറഞ്ഞാലും എത്ര യു കെയിൽ കള്ളുണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ വേറെ വൈബ് തന്നെയാണ്. അവിടുന്ന് ഞങ്ങൾ അപ്പം, തലക്കറി, കൊഞ്ച്, ഞണ്ട് തുടങ്ങിയിട്ട് ഒരുപാട് സാധനങ്ങൾ ട്രൈ ചെയ്തു. ഇതിൽ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് മാറിയത് ഇവരുടെ പോർക്ക് കറിയാണ് കേട്ടോ. ഇനി തിരിച്ചു പോകാൻ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ചെയ്ത് തീർക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്റെയൊക്കെ കുറച്ച് ഓട്ടത്തിലാണ് ഞാനിപ്പോ. ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി നൈനും മാളും ഒക്കെ ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുമ്പോൾ തന്നെ ഏകദേശം ലേറ്റ് ആയി. ബൈ ബൈ ഫ്രം നീരജ അമൂസ്.